Hi, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. If you are looking for English version, link will be in description after publishing. ഇതൊരു 36 കിലോ വാട്ടിൻ്റെ ഹൈബ്രിഡ് സെറ്റപ്പാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 20 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 20 കിലോ വാട്ടോടെ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ബാറ്ററി സ്റ്റാൻഡും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഫൈനൽ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കിപ്പോൾ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് എററുകളൊക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെ മാറ്റി എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നോക്കാം. അപ്പോൾ ഇതിൽ 36 കിലോ വാട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഇത് 3 ഇൻവെർട്ടർ ചേർന്നാണ് ഇതിന് ബാക്കപ്പ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് 36 കിലോ വാട്ടിൻ്റെ തന്നെ പാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ പാനൽസിൻ്റെയും ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 540 വാട്ടിൻ്റെ അദാനിയുടെ ബൈഫേഷ്യൽ പാനൽസാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ എൻ്റെ ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആ ഇൻവെർട്ടർ വയ്ക്കുക, പിന്നെ അതിൻ്റെ ബാറ്ററി കമ്മ്യൂണിക്കേഷനും ഇൻവെർട്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആ പാരൽ കമ്മ്യൂണിക്കേഷൻ ഒന്ന് റെഡിയായി കൊടുക്കുക, ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഞാൻ ഓൾറെഡി മോഹൻ ചേട്ടൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് മോഹൻ ചേട്ടൻ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. പിന്നെ ഇതിൽ KCBന്ന് കറണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ചേഞ്ച് ഓവറും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാനൽസ് ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഷെയ്ഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് ലാസ്റ്റ് ക്ലിയർ ചെയ്യും. ഈ ഒരു സംഭവങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് പാനൽ വെച്ചതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ മോഹൻ ചേട്ടൻ എടുത്ത വീഡിയോ ആണ് ഈ ഒരു പാനലിൻ്റെ വീഡിയോസ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഇൻവെർട്ടറിൻ്റെ ഭാഗത്തെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ 36 കിലോ വാട്ട് 3 ഇൻവെർട്ടറിനും കൂടെയാണ് ടോട്ടൽ വരുന്നത്. പല പല സ്ട്രിങ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് താഴെ ഒരു ഇൻവെർട്ടറിൽ 3 സ്ട്രിങ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു DC-DBയിൽ വരും. DC-DBയിൽ നിന്ന് നേരെ ഇൻവെർട്ടറിലേക്കും പിന്നെ അവിടെ നിന്ന് AC-DBയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഇൻവെർട്ടറുകളാണ് ഒരു റോയിൽ ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ആയില്ല, അതിന് മുമ്പാണ് ഇൻവെർട്ടറുകൾ മാത്രം വെച്ച സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്കിനി ബാക്കി സാധനങ്ങളെല്ലാം കണക്ട് ചെയ്യണം. ഒരു അണ്ടർ ഓവറോൾഡ് പ്രൊട്ടക്ടർ വരും, അത് ഈ ഭാഗത്തായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ഇൻവെർട്ടറുകളിൽ ഒന്നിനെ നമുക്ക് മാസ്റ്ററായിട്ടും ബാക്കിയുള്ളതിനെ സ്ലേവായിട്ടും കോൺഫിഗർ ചെയ്യണം. ഇതിൽ ഇത്രയും കാര്യങ്ങൾ മോഹൻ ചേട്ടനും ടീമും ഇത് ആൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലിനി ഈ ഒരു ഫസ്റ്റ് ഇൻവെർട്ടറിനെ നമുക്ക് മാസ്റ്ററാക്കാൻ പറ്റും. ബാക്കി രണ്ടും സ്ലേവ് ഇൻവെർട്ടറുകളും. പിന്നെ ഇതിൽ വരുന്നത് താഴെയായിട്ട് നമുക്ക് ബാറ്ററി കണക്റ്റാനുള്ള ബസ് ബാർ വയ്ക്കണം. ഈ ബസ് ബാറിലോട്ടായിരിക്കും ബാറ്ററികളെല്ലാം കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലിയോണിക്സിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റാക്കബിൾ ടൈപ്പ് ബാറ്ററികളാണ്. ഈ ബാറ്ററി മുമ്പ് കാണിച്ചിട്ടില്ല, ഇതെനിക്ക് ഫസ്റ്റ് ആയിട്ടായിരിക്കും ഓൺലൈനിൽ കാണുന്നത്. അപ്പോൾ ഈ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി ബാറ്ററി ബോക്സുകൾ വയ്ക്കാൻ പറ്റും. അതായത് 4 ബാറ്ററി വരെ ഇതിൽ അറ്റ് എ ടൈം സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലാണ് കണക്ഷൻസൊക്കെ എടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി ടെർമിനലുകളും പിന്നെ ബാക്കി ഡിപ്പ് സ്വിച്ചും മറ്റു കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് CAN കമ്മ്യൂണിക്കേഷനും RS-232 RS-485 കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ സിസ്റ്റം ഓണും ആക്റ്റീവ് ബാലൻസർ ഓണും ബ്രേക്കറും കാണാം. പിന്നെ ഇതിൻ്റെ സ്പെക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 5.1 കിലോ വാട്ടാണ്. ഇതിൽ ലിയോണിക്സിൻ്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ അതിൻ്റെ സ്പെക് ഷീറ്റും ഡേറ്റ ഷീറ്റും കാണാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലാണ് ഇതിൻ്റെ എയർ വെൻറ്റ്, ബാക്കി വേറെ എയർ വെൻറ്റ് ഇല്ല. ഒരു ഹോളിലുള്ള എയർ വെൻറ്റിൻ്റെ ആവശ്യം ഇതിന് വരുന്നുള്ളൂ. ഈ ഒരു ബാറ്ററിയുടെ മുകളിലായിട്ടായിരിക്കും അടുത്ത ബാറ്ററി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ LCD സ്ക്രീനിൽ നമുക്ക് ഇതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഡീഷണൽ ഒരു 2 ബാറ്ററിയും കൂടെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 40 കിലോ വാട്ടിൽ 20 കിലോ വാട്ടേ ഇപ്പോൾ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച ശേഷമുള്ളൊരു വ്യൂ ഞാൻ ആൾറെഡി ആദ്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഇത് സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ മുകളിൽ 2 ഗ്രൂ ഉണ്ട്. ആ 2 ഗ്രൂവിലാണ് ഇത് അനങ്ങാതെ കറക്റ്റ് സീറ്റായിരിക്കുന്നത്. മുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ ഇൻവെർട്ടറിൻ്റെ കൂടെ വന്ന ഐറ്റംസാണ് ഈ കാണുന്നത്. ഈ കേബിൾ ഞാനിപ്പോൾ ക്രിമ്പ് ചെയ്തെടുത്താണ്, സ്ട്രൈറ്റ് കേബിൾ ബാറ്ററി കണക്ട് ചെയ്യാനായിട്ട്. ഈ ഐറ്റംസ് ഇൻവെർട്ടറിൻ്റെ കൂടെ വന്നതാണ്. അതിൽ ആങ്കർ ബോൾട്ടും മറ്റു സാധനങ്ങളും അതിൻ്റെ കൂടെ വന്നതാണ്. പിന്നെ ഇവിടെ 3 CT വരുന്നുണ്ട്. ഇതിൻ്റെ CTയുടെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു 3 CTയാണ് ഇതിൽ 3 ഫേസ് ആയതുകൊണ്ട് വരുന്നത്. ഇത് സാധാരണ വരുന്ന 100 ആംപിയർ 50 മില്ലി ആംപിയറിൻ്റെ CTയാണ്. നോക്കട്ടെ, അതെ 100 ആംപിയർ 50 മില്ലി ആംപിയർ CTയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി പാക്ക് ടു ബാറ്ററി പാക്ക് RS-485 കമ്മ്യൂണിക്കേഷന് സ്ട്രൈറ്റ് കേബിൾ തന്നെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ക്രിമ്പ് ചെയ്തെടുത്ത കേബിളാണ്, ചെറിയ ലെങ്ത്തിനാണ് ക്രിമ്പ് ചെയ്തെടുത്തത്. പിന്നെ ഇത് ടെമ്പറേച്ചർ സെൻസർ നമുക്ക് ഈ കേസിൽ ഉപയോഗമില്ല. ബാറ്ററി കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് CAN കമ്മ്യൂണിക്കേഷൻ വഴി അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു സ്റ്റീൽ ആങ്കർ ബോൾട്ടൊക്കെയാണ് തന്നിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കേസിൽ അത് ഉപയോഗമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു MC4 കണക്ടറും ഒന്നല്ല, അതിൻ്റെ ഒരു പെയർ MC4 കണക്ടറുകളും ഇതിൻ്റെ കൂടെ വരാറുണ്ട്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നത് MC4 കണക്ടറാണ്. അത് നമുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതായി ഒരു പാക്കറ്റിനകത്ത് MC4 കണക്ടർ കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസിൽ പോകാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡൈയുടെ 12 കിലോ വാട്ടിൻ്റെ 3 ഫേസ് ഇൻവെർട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും.
പിന്നെ ഇതിൽ പാരൽ ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊന്നും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വഴിയെ പറയാം. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് പാരൽ കമ്മ്യൂണിക്കേഷൻ്റെ കണക്ഷനും പിന്നെ ബാറ്ററി ക്യാൻ കമ്മ്യൂണിക്കേഷനുമാണ്. നമുക്കിപ്പോൾ ഈ ഇൻവെർട്ടറിൽ ഇപ്പോൾ ഇതിലാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനായിട്ട് പാരൽ എ, പാരൽ ബി, അപ്പോൾ ഇതിലാണ് പാരൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത്. പിന്നെ ഇതാ BMS എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെയാണ് BMSൻ്റെ കണക്ഷൻ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു RJ45 കേബിൾ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ BMSൻ്റെ കണക്ഷൻ എടുക്കും. പിന്നെ ഈ ഇൻവെർട്ടറിൽ നമ്മളിപ്പോൾ പിന്നെ എടുക്കാൻ പോകുന്നത് പാരൽ എ, പാരൽ ബി എന്ന് ഇതിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇത് ഇപ്പം ഇതിനായിരിക്കും മാസ്റ്റർ ഇൻവെർട്ടറായിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ ഇൻവെർട്ടറിൽ നിന്ന് നമ്മളിപ്പോൾ അടുത്ത ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യും. ഇതിൻ്റെ അടുത്ത എൻഡും ഞാനിപ്പോൾ ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് BMSൻ്റെ കണക്ഷൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കണക്ഷൻസ് കൊടുത്തിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്ത് ബാക്കി പിന്നെ വരുന്നത്. ഇത് ബാറ്ററി കണക്ഷൻസാണ്. ഇവിടെ വരുന്നത് ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, പിന്നെ അതാ ഇവിടെ BMSൻ്റെ കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ ബാക്കി മോഡ് ബസ് കമ്മ്യൂണിക്കേഷൻസും, പിന്നെ RS485 മീറ്റർ കണക്ഷൻ, പാരൽ എ, പാരൽ ബി. ഇത് ഇപ്പോൾ പറഞ്ഞു പാരൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ താഴെ CTI കണക്ട് ചെയ്യാനുള്ള പോർഷൻസ് താഴെയുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും CT കണക്ഷൻസും ടെമ്പറേച്ചർ സെൻസർ കണക്ഷൻസും. ഓക്കെ, പിന്നെ താഴെയാണ് ബാക്കി കണക്ഷൻസൊക്കെ വരുന്നത്. MC4 ഒക്കെ വരുന്നത്. MC4 കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ കണക്ഷൻസ് എടുക്കാനുള്ളത്. പിന്നെ അതിൻ്റെതായിട്ട് MC4 കണക്ഷൻസ്. പിന്നെ ഇവിടെ ആയിട്ടാണ് വൈഫൈയുടെ വരുന്നത്. വൈഫൈയുടെ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല, അതും കണക്ട് ചെയ്യും. ഇപ്പോൾ ജനറേറ്റർ ലോഡൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ബാക്കി ലോഡുകളെല്ലാം കൊടുക്കാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ താഴെയായിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് ജനറേറ്റർ ലോഡ് വരുന്നത്. ഇവിടെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാണാൻ പറ്റും, ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ലിയോണിക്സിൻ്റെ സ്റ്റാക്കബിൾ ബാറ്ററി. ഇതിപ്പോൾ നമുക്ക് ഒരു റോയിൽ 4 വരെ മാക്സിമം വയ്ക്കാൻ പറ്റും. ഇതിലിപ്പോൾ 2 വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻഡിപെൻഡൻറ്റ് സ്ക്രീൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും പെർ ബാറ്ററി പാക്കിൻ്റെത്. ഇനി നമുക്ക് ഇൻവെർട്ടറിലെ കണക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ക്യാൻ കമ്മ്യൂണിക്കേഷൻ കേബിളാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി 2 കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൽ കമ്മ്യൂണിക്കേഷൻ്റെതാണ്. അതിൻ്റെ സൈഡിലെ റെഡ് സ്വിച്ച് നമ്മൾ ഇപ്പോൾ 6 താഴെയാണുള്ളത്, അതുകൊണ്ട് അത് ഓണാക്കി വയ്ക്കും. അല്ല, മാസ്റ്ററിൽ മാത്രം ഓണാക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് 6 കൂടുതൽ വരുമ്പോൾ മാസ്റ്ററിൽ മാത്രമേ അത് ഓണാക്കാറുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് 6 താഴെയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബാറ്ററി ടു ബാറ്ററി കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ബാറ്ററി ടു ബാറ്ററിക്ക് നമുക്ക് നോർമൽ ഒരു ലാൻ കേബിൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ ബാക്ക് സൈഡിലാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളെല്ലാം വരുന്നത്. പിന്നെ ആക്റ്റീവ് ബാലൻസറിൻ്റെയും സിസ്റ്റം ഓണും. ഇതിൻ്റെ ആക്റ്റീവ് ബാലൻസറിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ വഴി നമുക്ക് ആക്റ്റീവ് ബാലൻസറിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അത് ഇൻഡിപെൻഡൻ്റായിട്ട് ഓരോ ബാറ്ററിക്കും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നീയുടെ ആക്റ്റീവ് ബാലൻസറാണ് ഈ പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 4 ആമ്പിയർ വരെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കൺട്രോൾ പ്രൊട്ടക്ടർ. അപ്പോൾ ഇനി അതിൻ്റെ കണക്ഷൻസ് വരണം. പിന്നെ ബാക്കി ഇതിലുള്ള സ്ലേവ് സിസ്റ്റങ്ങളിലുള്ള കണക്ഷൻസ് കൊടുക്കണം. ഇപ്പോൾ മാസ്റ്ററിൽ മാത്രമേ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. മാസ്റ്റർ കണക്ഷൻസ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ആദ്യം ഈ 2 സിസ്റ്റമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് അടുത്തൊരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ. പിന്നെ ഇതിൻ്റെ സ്പെക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലെ സൈഡിലായിട്ടാണ് ഓൺ ഓഫ് സ്വിച്ച്, ഇപ്പോൾ PVയുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇപ്പോൾ PV ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ആദ്യം ജസ്റ്റ് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ ബാറ്ററികളെല്ലാം കണക്ട് ചെയ്തു. ഈ ബാറ്ററികളെല്ലാം കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത ശേഷം ഓണാക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇനി കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് മുമ്പ് സിംഗിൾ ഇൻവെർട്ടർ ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇതിൽ 2 സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, ഓരോ ബാറ്ററിയുടെയും സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ BMS മെറ്റാ ആപ്പാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇത് പാരലൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരേ റേഞ്ചിലൊക്കെ ആയിരിക്കും ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് കണക്ട് ചെയ്ത ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ബാക്കിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതിൽ ആ ഡിപ്പ് സ്വിച്ച് ശ്രദ്ധിക്കുക. ഡിപ്പ് സ്വിച്ച് നമുക്ക് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുള്ളൂ. ഇത് പാരലൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഡിപ്പ് സ്വിച്ച് ഇപ്പം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ബാറ്ററിക്കും നമ്പേഴ്സ് അസൈൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാറ്ററിയാണ് അഡ്രസ് 0 അല്ലെങ്കിൽ 1 എന്നുള്ളൊരു ഡൗട്ട് അതിന് വരും. പിന്നെ മാസ്റ്റർ ബാറ്ററിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്യാൻ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ബാറ്ററിയിൽ നിന്ന് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ ബസ് ബാറിൻ്റെ അകത്തെ കണക്ഷൻസാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ എല്ലാം പാരലാണ്. ഈ ബാറ്ററികളെല്ലാം പാരലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ RS485 വെച്ചിട്ട് ബാറ്ററികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാസ്റ്റർ ബാറ്ററി മെയിൻ മാസ്റ്റർ ഇൻവെർട്ടറിന് സപ്പോർട്ട് ചെയ്യും. മാസ്റ്റർ ഇൻവെർട്ടറാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതിൽ മാസ്റ്റർ ഇൻവെർട്ടറാണിത്. മാസ്റ്റർ ഇൻവെർട്ടർ മാത്രമേ ഞാൻ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലിപ്പോൾ പാരൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 പാക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഔട്ട്പുട്ട് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണം. അതായത് ഔട്ട്പുട്ട് MCB ഇതാ ഇവിടെ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫേസ് ടു ഓരോ ഇൻവെർട്ടറിൻ്റെയും ഔട്ട്പുട്ട് തമ്മിൽ ഒരു 10 വോൾട്ടിൽ കൂടുതൽ വ്യത്യാസം വരുന്നത് നല്ലതല്ല. ഓക്കെ,
അത് ഞാൻ തന്നെയാണ് മീറ്ററും എല്ലാം പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. നേരെ കണക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, 231 വോൾട്ടാണ് ഇൻവെർട്ടർ 1. അപ്പോൾ ഇതിൻ്റെ ബാക്കി ലൈനും ഞാൻ ഇതേപോലെ ചെക്ക് ചെയ്യും. 10 വോൾട്ടിൽ കൂടുതൽ വ്യത്യാസം നല്ലതല്ല. രണ്ടാമത്തതിൽ 231 തന്നെയുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഇൻവെർട്ടറിൽ 231 ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഇൻവെർട്ടറിൽ ഇൻവെർട്ടറിൽ 231 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഓൺ ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ഇതിനെ മാസ്റ്റർ 1 ആയിട്ടാണ് കോൺഫിഗർ ചെയ്യുന്നത്. മാസ്റ്റർ 1 ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ വേറൊന്നുമില്ല. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ്ഡ് ഫംഗ്ഷനിൽ പോവുക. സിമ്പിളായിട്ട് നമുക്കിവിടെ പാരലൽ ടിക്ക് ചെയ്തിട്ട് മാസ്റ്റർ കൊടുക്കുക. ഇപ്പോൾ മോഡ് ബസ് 01 ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, മാസ്റ്റർ 1. ഇനി ഇതേപോലെ തന്നെ മറ്റുള്ള ഇൻവെർട്ടറിൽ അത് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ കോൺഫിഗർ ചെയ്ത ശേഷം ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യണം, എന്നാലേ ഇത് സെറ്റിങ്സ് അപ്ലൈ ആവുള്ളൂ. ഇവിടെ അഡ്വാൻസ്ഡ് ഫങ്ഷൻസിൽ കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ പാരലൽ സ്ലേവിൽ മോഡ് ബസ് 2 ആണ് കൊടുത്തത്. അതായത് അപ്പോൾ ഇത് സ്ലേവ് 2 ആണിത്. ഓക്കെ, ഇനി സ്ലേവ് 1 അങ്ങേറ്റമാണുള്ളത്. ഓക്കെ, ആദ്യം കോൺഫിഗർ ചെയ്തപ്പോൾ കുറേ എററുകളൊക്കെ കാണിച്ചു. പിന്നെ അവസാനം ഇത് ആ എററുകളൊക്കെ ഒരു മിക്കവാറും ഒരു F29 പാരലൽ കമ്മ്യൂണിക്കേഷൻ എറർ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ ഒന്ന് കോൺഫിഗർ ചെയ്തെടുക്കുമ്പോൾ റെഡിയാവും. അതായത് ഇവിടെ സ്ലേവ് 01. ഓക്കെ, ഇതാണ് സ്ലേവ് 1. ഓക്കെ, ഇനി ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ബാറ്ററീസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ചാർജ് ആകുമ്പോൾ ഈക്വലായിട്ടായിരിക്കും ചാർജ് ആവുന്നത്. ഇതിൽ ഗ്രിഡ് ചാർജിങ് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം ഓൺ ചെയ്ത ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യും. ഇതിലിപ്പോൾ ചെറിയൊരു എറർ കാരണം ഡയൽ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം സ്റ്റാറ്റസ്. ഈ മാസ്റ്ററിൻ്റെ തൊട്ട് താഴെ A316 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലേവ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണവും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ ഒരു പേര് കാണിക്കുന്നത്. A306 എന്ന് കാണിക്കുന്നുണ്ട് സ്ലേവിൽ. അടുത്തതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 3 എണ്ണം ഇപ്പോൾ ഡയൽ വിളിച്ചിട്ട് അവർ അവിടെ അപ്ഡേറ്റ് ചെയ്യാനിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് ഡിവൈസിൻ്റെ അതിൽ വന്ന എററുകൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡിവൈസ് ഇൻഫോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ആകുമെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ബാറ്ററി എത്ര വാട്ട്സാണ് ചാർജ് ചെയ്യുന്നതെന്നുള്ള ബാറ്ററിയുടെ ഐക്കണിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ ലിഥിയം ബാറ്ററി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് BMS എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ നമുക്കിവിടെ ലിഥിയം BMS ഓപ്ഷൻ വഴി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതാണ് മാസ്റ്റർ ഇൻവെർട്ടർ. അപ്പോൾ ഈ മാസ്റ്റർ ഇൻവെർട്ടർ മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. അത് ചെക്ക് ചെയ്ത് നോക്കാം. മാസ്റ്റർ ഇൻവെർട്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് ഫംഗ്ഷനിൽ താഴെ പാരലൽ മാസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതായിരിക്കും മാസ്റ്റർ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യാം. അതായത് M01 അതിൻ്റെ നടുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഇതിൽ കുറച്ച് എററുകൾ കാണാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതേപോലെ എനിക്ക് വന്ന ഒരു എററാണ് ഈ കാണിക്കുന്നത്. നടുക്കുള്ള ഒരു ഇൻവെർട്ടർ കോൺഫിഗർ മാസ്റ്ററായിട്ട് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് എനിക്ക് F29 അതായത് പാരലൽ ക്യാൻ കമ്മ്യൂണിക്കേഷൻ എറർ എന്ന് പറഞ്ഞിട്ട് എറർ കാണിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് അപ്ഡേറ്റ് ചെയ്യാനിട്ടത്. അപ്പോൾ ആ ഒരു പോർഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ എറർ വന്ന പോർഷൻ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് ആ ഒരു എററിൻ്റെ പ്രോബ്ലം. പിന്നെ ഈ ബീപ്പ് സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ബീപ്പ് സൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അലാറം സൗണ്ട് പോകുന്നതോടുകൂടി നമുക്ക് കുറച്ച് സ്വസ്ഥമായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും എറർ കാണുമെങ്കിൽ ആ ബീപ്പ് സൗണ്ട് ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. അപ്പോൾ ഈ എല്ലാ ഇൻവെർട്ടറിലും ഈ F29 ഫോൾട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ സ്ലേവിലും. ഇതിനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇതിനെ മാസ്റ്റർ എന്നുള്ളത് പാരലൽ കമ്മ്യൂണിക്കേഷൻ മാറ്റിയിട്ട് വേറൊരു ഇൻവെർട്ടറിനെ മാസ്റ്ററായിട്ട് കോൺഫിഗർ ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഇതേ എറർ കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് മാറ്റി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ എറർ വരികയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ എല്ലാ ഇൻവെർട്ടറിൻ്റെയും പാരലൽ കോൺഫിഗറേഷൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് ഇൻഫോയിൽ പോയിട്ട് അതിൻ്റെ ലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് സെറ്റിങ്സിൽ പോവുക, ഡിവൈസ് ഇൻഫോ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് പാരലൽ ക്യാൻവസ് ഫോൾട്ട് കാണിക്കുന്നതായിട്ട് അറിയാൻ പറ്റും F29. പിന്നെ ഇടയ്ക്കൊരു W31 കാണിച്ചിരുന്നു, അതിപ്പോൾ പ്രോബ്ലം കാണിക്കുന്നില്ല. അപ്പോൾ ഡിവൈസ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്യൂസിൻ്റെയും ലോഗ് ഇതിൽ കിട്ടും. നമുക്കിനിപ്പോൾ ബാറ്ററിയുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയിലിപ്പോൾ ചാർജിങ് ആണ്. ഇപ്പോൾ ഏകദേശം ഈക്വൽ ചാർജാണ് ഓരോ ബാറ്ററികളും എടുക്കുന്നത്. ഒരു 700-750 വാട്ട്സ് അടുപ്പിച്ചാണ് ഓരോ ബാറ്ററിയും ചാർജ് ആവുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് സ്ക്രീനുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബ്ലൂടൂത്ത് ഇല്ലാതെ ഡയറക്റ്റ് സ്ക്രീനിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ ബാറ്ററീസും ഏകദേശം ഒരു ചെറിയൊരു വാട്ട്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ 734, തൊട്ട് മുമ്പ് 800 കണ്ടു. അതായത് ഇപ്പോൾ 723 വാട്ട്സിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്.
ഇത് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് നോക്കാം. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾക്ക് ഓരോ ബാറ്ററീസിൻ്റെ സ്റ്റാറ്റസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 465 വാട്ട്സ് അടുപ്പിച്ചാണ് ഓരോ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത്. ഒരു 500 വാട്ട്സിനകത്താണ് എല്ലാ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത്. അതായത് ഇവിടെയും ഏകദേശം അതേ റേഞ്ച് തന്നെയാണ്. ഒരു 470 വാട്ട്സ്, തൊട്ട് മുമ്പുള്ള ബാറ്ററിയിലും അതേ വാട്ട്സ് തന്നെയായിരുന്നു. ഇതിലും ഒരു 500 വാട്ട്സ് റേഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇൻവെർട്ടറിലും നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ വാട്ട്സ് എത്രയാണ് ഇൻവെർട്ടറിൽ എടുക്കുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ബാറ്ററീസാണ്. ബാറ്ററീസ് ഈ 4 ബാറ്ററിയും കൂടെയാണ് ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻവെർട്ടറിനെ നോക്കാം. ഇൻവെർട്ടർ 3 ഇൻവെർട്ടർ കൂടെ ചേർന്നാണ് ഈ ലോഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻവെർട്ടറിൽ ഈ ഒരു ഇൻവെർട്ടർ 0.58 ആണ് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് അത് കൊടുക്കുന്നത് 66 വാട്ട്സ് 0.66 കിലോ വാട്ടാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്ലേവ് 2 ആണ് ഈ സിസ്റ്റം. പിന്നെ സോളാറിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് 0.15 വാട്ട്. ഇത് കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് വലിയ പ്രൊഡക്ഷൻ ഇല്ലാത്ത. ഇതിൽ 150 വാട്ട്സ് പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ ഉള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തെ ഇൻവെർട്ടർ ഇത് സ്ലേവ് 2 ആണ്, സ്ലേവ് 3 ആണ്. S03 ഫ്രണ്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സോളാറിൽ നിന്നൊരു 300 വാട്ട്സിൽ താഴെ വരുന്നുണ്ട്. പിന്നെ 130 വാട്ട്സ് പിന്നെ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന കാണിച്ചിട്ടുണ്ട്. അടുത്ത് ഇതും അറൗണ്ട് 0.7 കിലോ വാട്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. 0.13 സോളാറിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ മാസ്റ്ററായിട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം ഇതൊരു സ്ലേവായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ 1-2 ഇഷ്യൂസൊക്കെ വന്നത് കാരണം ഇപ്പോൾ ഇതിനെയാണ് മാസ്റ്ററായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ സ്റ്റാറ്റസ് നമുക്ക് കൂടെ നോക്കാം. ഇപ്പോൾ ക്യാൻ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, പാരൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ഡിപ്പ് സ്വിച്ച് നമുക്ക് മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത്. കാര്യം ഇതിൽ 6 താഴെയുള്ളൂ ടോട്ടൽ. അപ്പോൾ ഇത് 3 സ്വിച്ചേ പാരൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ആയിരുന്നു നേരത്തെ നമ്മൾ മാസ്റ്ററായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ കമ്മ്യൂണിക്കേഷൻ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ കേബിളിൻ്റെ ആവശ്യമില്ല, അത് നമ്മളിപ്പം റിമൂവ് ചെയ്യാം. കാര്യം മാസ്റ്ററിൽ മാത്രമാണ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ബാക്കിയുള്ള ഇതിനുള്ള വേണ്ട ഇൻഫർമേഷൻ മാത്രം അത് കൊടുക്കും. ഇതിലിപ്പോൾ ഒരു പാരൽ കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സോളാറിൻ്റെ കണക്ഷൻ വന്നു. ഈ ഇൻവെർട്ടറിലേക്ക് ഇത് DC ബ്രേക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി വോൾട്ട് നമുക്കിതിൽ ചെക്ക് ചെയ്ത് നോക്കാം. 52 പോയിൻറ്റ് സംതിങ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതേ വാല്യൂ തന്നെയാണ് അടുത്തതിലും കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ ബ്രേക്കറിൽ വന്നിട്ടാണ് പോകുന്നത്. ഈ ബ്രേക്കറിൽ സപ്ലൈ വരുന്നുണ്ട്. ഈ ബ്രേക്കറിൽ അവിടെ സൈഡിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ സപ്ലൈ വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത ബ്രേക്കറും സോളാറിൻ്റെ ബ്രേക്കർ ഓണാണ്. ഈ ഒരു ലാസ്റ്റ് ഇൻവെർട്ടറിലും കറക്റ്റാണ്, അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പാരൽ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓണായി കഴിയുമ്പോൾ ഗ്രിഡ് സപ്ലൈ നമുക്ക് ഈ ഇൻവെർട്ടറിലേക്ക് കിട്ടും. ഇപ്പോൾ താഴെയുള്ള അണ്ടർ ഓവർലോഡ് പ്രൊട്ടക്ടറിൽ സപ്ലൈ വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇപ്പം ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. കാര്യം ഇതിൽ സപ്ലൈ വരുന്നതുകൊണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ ഈ 3 ഇൻവെർട്ടറും കൂടെ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു സപ്ലൈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഗ്രിഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിക്റ്റേറ്റ് ആകാൻ ചെറിയൊരു ഡിലേ വരും. അത് ഡൈയുടെ എല്ലാ ഇൻവെർട്ടറുകളിലും ചെറിയൊരു ഡിലേ ആയിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. ഒരു ശകലം സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രിഡ് റീഡ് ചെയ്യും. ആ സമയത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ഫംഗ്ഷനിൽ പോയിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് മാസ്റ്റർ ആണ്, പാരൽ എന്ന് കൊടുത്തിട്ടുണ്ട് 01. പിന്നെ അതിൻ്റെ അഡ്രസ്സ് മോഡ്ബസ് അഡ്രസ്സാണ് ആ 01 കാണിക്കുന്നത്. പിന്നെ ഇതിൽ മാസ്റ്ററിൽ തന്നെ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ബാറ്ററി സെറ്റിങ്സിൽ നമുക്ക് അഡ്വാൻസ്ഡ് ഫംഗ്ഷൻസിൽ ടൈം ഓഫ് യൂസിൻ്റെ ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ടൈം ഓഫ് യൂസ് ഓൾറെഡി കോൺഫിഗർ ഉണ്ട്. കാര്യം ഇവിടെ ടൈം ഓഫ് യൂസും പിന്നെ ലോഡ് ഫസ്റ്റുമാണ് കൊടുക്കുന്നത്. ഈ ലോഡ് ഫസ്റ്റ് കൊടുക്കാൻ കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി ലോഡിനാണ്. സോളാർ വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ലോഡിനാണ് ആവശ്യം. പിന്നെ ടൈം ഓഫ് യൂസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ടൈം ഓഫ് യൂസ് കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സ്പെസിഫിക് ടൈം ഫ്രെയിം വെച്ചിട്ട് ബാറ്ററി സ്റ്റാറ്റസും സ്പെസിഫിക് ടൈം ഫ്രെയിം വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ യൂസേജ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. മാസ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാ മെഷീൻസും അത് റിഫ്ലക്റ്റ് ആവും. അത് നമുക്ക് ഇടയ്ക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇതിലെ വാല്യൂ വേറെയാണ്. ഇപ്പോൾ 80% ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു 80% ഉള്ള വാല്യൂസിനെ നമുക്ക് മാറ്റി വേറൊരു വാല്യൂ ആക്കിയിട്ട് ഇതിൽ അപ്ഡേറ്റ് ആവുന്നുണ്ടോയെന്നുള്ളത് നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു പോർഷൻ ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ ബാക്കി ഇൻവെർട്ടറുകളിൽ കിടക്കുന്ന വാല്യൂസ് മാസ്റ്ററുമായിട്ട് മാച്ച് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും. ഇതിലും എല്ലാ മെഷീൻസിലും ടൈം ഓഫ് യൂസ് ഒരു മാസ്റ്ററിൽ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും വരുന്നതാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ മാസ്റ്ററിൽ കോൺഫിഗർ ചെയ്തതാണ് ഇവിടെ റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഈ ലോഡ് ഫസ്റ്റ് മാത്രം എന്തോ ഒരു കാരണം കൊണ്ട് അത് അപ്ഡേറ്റ് ആയിട്ടില്ല. ബാക്കി ടൈം ഓഫ് യൂസിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ലോഡ് ഫസ്റ്റ് അല്ലെങ്കിൽ സോളാർ ഫസ്റ്റ് എന്നുള്ള ആ ഒരു സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഫസ്റ്റ് ലോഡിന് പോകുന്നു, ബാറ്ററിക്ക് സേവ് ചെയ്യാൻ വേണമെന്നുള്ളത് നിങ്ങളവിടെ കോൺഫിഗർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്ന സമയമല്ല. കാര്യം ഈ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നാളെ മാത്രമേ ഇതിൻ്റെ സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എങ്ങനെയൊക്കെയാണ് ലോഡ് സപ്പോർട്ട് ഇത് പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
നമുക്കിതിന് എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻ്റ് മൊബൈലിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇൻഡിപെൻഡൻ്റ് ഇൻവെർട്ടറിൽ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ ഇൻവെർട്ടറിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 1.8 ആണ് ഒരു ഇൻവെർട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു വാല്യൂ ആയിരിക്കും ഓരോ ഇൻവെർട്ടറിലും കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സമ്മ് നമുക്ക് മൊബൈലിൽ ഈസിയായിട്ട് കാണാൻ പറ്റും. അതിപ്പോൾ ഞാൻ ഉടനെ കാണിക്കാം. ഇതിലിപ്പോൾ എനർജി സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻവെർട്ടർ എത്രയാണ് കൊടുക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റും. ഇത് അതിൻ്റെ ഔട്ട്പുട്ട് ബ്രേക്കറാണ്. എന്തെങ്കിലും കാരണവശാൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അടുത്ത ഇൻവെർട്ടറിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇൻവെർട്ടർ 1.8 kW, ഇപ്പോൾ ലോഡ് കുറഞ്ഞാണ്. അപ്പോൾ അതാണ് 1.75 ആണ് അടുത്ത ഇൻവെർട്ടർ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ചില കേസിൽ നമുക്ക് മാസ്റ്റർ ഇൻവെർട്ടർ ശകലം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പം സോളാറിൽ നിന്നായാലും ഇതിനായാലും മാസ്റ്റർ ഇൻവെർട്ടർ കുറച്ച് കൂടുതൽ പവർ ലോഡിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത് മൂന്നാമത്തെ ഇൻവെർട്ടറിൽ അതിലും അറൗണ്ട് ഒരു 1.5 kW റേഞ്ചിലാണ് അതും ഡിസ്ചാർജ് ചെയ്യുന്നത്. മാസ്റ്റർ ഇൻവെർട്ടർ മാത്രമാണ് എപ്പോഴും ചെറിയൊരു വാല്യൂ കൂടുതൽ ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മൊബൈൽ ആപ്പിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ടോട്ടലായിട്ട് എത്ര ഡെലിവറി ചെയ്യുന്നതെന്നുള്ള അറിയാൻ പറ്റും. ഇപ്പം 1.9 kW ടോട്ടലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ 5 kW ആണ്, 5.4 kW ആണ് ബാറ്ററിയിൽ നിന്ന് ടോട്ടൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4.7 kW നമ്മുടെ ലോഡിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു KCBയിലേക്കൊരു 750 വാട്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സീറോ എക്സ്പോർട്ട് ലോഡ് അവിടെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ്. അതിന് CT ഇട്ട് അതിൽ കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ സീറോ എക്സ്പോർട്ട് ലോഡ് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററി സ്റ്റാറ്റസുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററികൾ ഇപ്പോൾ ഒരു ബാറ്ററി 2800 വാട്ട്സ് അടുപ്പിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൈനാമിക് ലോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്തതിൽ ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതല്ല, ഇതിലും 2500 ഉണ്ട്. അടുത്ത ബാറ്ററി ഇപ്പോൾ 800 വാട്ട്സാണ് കൊടുക്കുന്നത്. അടുത്ത ബാറ്ററി ഒരു 690 വാട്ട്സ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയൽ റേഞ്ചിലായിരിക്കും ഇത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ അവർ യൂസ് ചെയ്തിരിക്കുന്ന ലോഡ് അനുസരിച്ചാണ് നല്ലൊരു വേരിയേഷൻ വരുന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ പാക്കുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നാളെ അത്യാവശ്യം നല്ലൊരു വെയിൽ കിട്ടുന്ന സമയത്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. ഈ ഒരു അണ്ടർ ഓവർലോഡ് പ്രൊട്ടക്ടർ ജസ്റ്റ് ഒരു ഓപ്ഷണൽ ഡിവൈസാണ്. അത് വെക്കുകയോ വെക്കാതിരിക്കുകയോ നിങ്ങളുടെ ചോയ്സാണ്. ഇതൊരു അഡീഷണൽ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ കൂടെ തരും. പിന്നെ ഇത് നമ്മുടെ ഇലക്ട്രീഷ്യൻസ് വെച്ച സമയത്ത് തിരിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും അവരുടെ അടുത്ത് ആൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത ദിവസം അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണക്ഷൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാം. നമ്മുടെ UG കേബിൾ വഴിയാണ് ഇതുവരെ സപ്ലൈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറുത്ത UG കേബിൾ ഇതാ നേരെ വന്ന് ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴെ നമ്മുടെ അണ്ടർ ഓവർലോഡ് പ്രൊട്ടക്ടറിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രൊട്ടക്ടറിൽ നിന്ന് 3 ഇൻവെർട്ടറുകൾക്കും കണക്ഷൻ പാരലായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഇൻവെർട്ടറിനും ACDB ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ACDBയിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ അതുവഴി ഇതിൻ്റെ ഔട്ട്പുട്ട് അറിയാൻ പറ്റും. ഈ ACDB നേരെ അടുത്ത DBയിലേക്ക് വരുന്നുണ്ട്. അവിടെ 3 ഐസൊലേറ്ററുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി അതിൻ്റെ ഔട്ട്പുട്ട് ഓൺ ഓഫ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു ഇൻവെർട്ടറിൽ 2 kW ഔട്ട്പുട്ട് ലോഡ്, ഒരു ഇൻവെർട്ടർ അറൗണ്ട് ബാറ്ററിയിൽ നിന്ന് 1.3 kW എടുക്കുന്നുണ്ട്. അടുത്ത ഇൻവെർട്ടർ 1.75 എടുക്കുന്നുണ്ട്. ഈ 3 ഇൻവെർട്ടറോടെ ചേർന്നിട്ടാണ് ഈ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അടുത്ത 1.37 എടുക്കുന്നുണ്ട്. അടുത്ത സിസ്റ്റം വർക്ക് മോഡ് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിലും അപ്ഡേറ്റ് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ 13 മുതൽ, അതായത് 1 മണി മുതൽ ഉള്ള ടൈം 80% എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ചൊരു 80% ഇല്ല, നമുക്കത് കുറച്ചൊരു 50% എന്ന് വയ്ക്കാം. ഇതേ വാല്യൂ തൊട്ടടുത്ത സ്ലേവ് ഇൻവെർട്ടറുകളിൽ അപ്ഡേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഇതാണ് മാസ്റ്റർ ഇൻവെർട്ടർ. അതിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് 40 എന്ന് വയ്ക്കാം. ഓക്കെ, 40 വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 80 കിടക്കുന്നതിനെ കുറച്ച് ഒരു 50 ആക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു 55 വയ്ക്കാം. ഞാൻ തന്നെയാണ് മൊബൈൽ പിടിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 55 വെച്ചു. ഓക്കെ, ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്രിഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇതിപ്പം സ്ലേവ് 3 ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ സിസ്റ്റം വർക്ക് മോഡിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണത്തിലേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അത് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 55ഉം 50യും. ഇനി നമുക്ക് അടുത്ത ഇൻവെർട്ടർ നോക്കാം. ഓക്കെ, അടുത്ത ഇൻവെർട്ടറിലും ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. നിങ്ങൾ സിസ്റ്റം വർക്ക് മോഡിൽ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ രാവിലെ ഉള്ള സമയത്ത് മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതും 40% താഴെയാണെങ്കിൽ മാത്രം, അതും പവർ കൂടുതലാണെങ്കിൽ. ഓക്കെ.